ഇന്ന് നിങ്ങളായി ചർച്ച ചെയ്യുന്നത് PCNL അഥവാ പെർക്യൂട്ടേനിയസ് നെഫ്രോലിത്തോട്ടമി എന്ന് പറയുന്ന വൃക്കയിലെ കല്ല് പൊടിച്ചു നീക്കം ചെയ്യുന്നുള്ള ശസ്ത്രക്രിയയാണ്. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയുള്ള അനിമേഷൻ വീഡിയോയും അതിനോടനുബന്ധിച്ച് അതിന്റെ ഗുണങ്ങളും ദോഷങ്ങളെ കുറിച്ചും ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നതാണ്. എന്തിനാണ് PCNL ചെയ്യുന്നത്, അതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തെല്ലാമാണ്, അതുകൊണ്ടുള്ള ദോഷങ്ങൾ എന്തെല്ലാമാണ്, അല്ലെങ്കിൽ അതുകൊണ്ട് വരാവുന്ന കോംപ്ലിക്കേഷൻസ് എന്തെല്ലാമാണ്, ഇതെല്ലാം ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നതാണ്. PCNL സാധാരണ നമ്മൾ ചെയ്യുന്നത് വൃക്കയിൽ വലിയ കല്ലുകൾ ഉണ്ടാകുക, ഒരു 2 സെന്റിമീറ്റർ മുകളിലുള്ള കല്ലുകൾ വൃക്കയിൽ രൂപപ്പെട്ടു വരിക, സ്റ്റാഗ് ഹോൺ കാൽക്കുലസ് എന്ന് പറയുന്ന വലിയ 5 സെന്റിമീറ്ററോ മാനിന്റെ കൊമ്പ് പോലെയുള്ള ശാഖകളുള്ള കല്ലുകൾ ഉണ്ടാവുക, കട്ടി കൂടിയ വളരെ വലുപ്പമുള്ള കല്ലുകൾ ഉണ്ടാവുക. ഇത്തരം കണ്ടീഷനിലാണ് സാധാരണ നമ്മൾ PCNL ചെയ്യുന്നത്. PCNL എങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് വീഡിയോയിൽ കാണാവുന്നതാണ്. നിങ്ങൾക്ക് കാണാം, കിഡ്നിയുടെ അകത്ത് പെൽവിസ് എന്ന് പറയുന്ന ഈ ഭാഗത്ത് വലിയൊരു കല്ല് ബ്ലോക്ക് ആയിരിക്കുന്നത്. ഈ കല്ല് നീക്കം ചെയ്യാനായിട്ട് നമുക്ക് ആദ്യമായി നമ്മൾ ഈ പ്രൊസീജിയർ തുടങ്ങുന്നതിന്റെ സമയത്ത് ഒരു യൂറട്രിക് കത്തീറ്റർ എന്ന് പറയുന്ന ഒരു ട്യൂബ് മൂത്രനാളിയിലൂടെ ഇട്ട് അത് ഇൻഫ്ലേറ്റ് ചെയ്ത് ഇത് വേറെ ഒരു ട്യൂബ്, കുഞ്ഞൊരു ട്യൂബ് നമ്മൾ ഇതിലൂടെ കടത്തി അതിലൂടെ ഡൈ എന്ന് പറയുന്ന മരുന്ന് ഉപയോഗിച്ച് കിഡ്നിയുടെ വൃക്കയുടെ അകത്തളങ്ങളെ സ്റ്റഡി ചെയ്യുകയും കല്ലിന്റെ പൊസിഷൻ നിർണ്ണയിക്കുകയും ചെയ്യുന്നു. അതിന് ശേഷം നമ്മളൊരു എക്സ്റേ എടുക്കുകയും വൃക്കയിൽ കല്ലിന്റെ പൊസിഷൻ കൃത്യമായി നിശ്ചയിക്കുകയും ചെയ്യുന്നു. ഇതിനു ശേഷമാണ് നമ്മൾ PCNL എന്ന് പറയുന്ന ഈ പ്രൊസീജിയർ തുടങ്ങുന്നത്. അതിനായി ആദ്യം ഒരു സൂചി വൃക്കയിലേക്ക് കടത്തിവിടുകയും ആ സൂചിയിലൂടെ ഗൈഡ് വയർ എന്ന് പറയുന്ന ഒരു വയർ വൃക്കയുടെ താഴത്തേക്ക് നമ്മൾ കടത്തിവിടുകയും ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ സൂചി ഇട്ട ആ ട്രാക്ക് പല വലുപ്പമുള്ള ട്യൂബുകൾ കടത്തിവിട്ട് നമ്മൾ വികസിപ്പിക്കുകയും അതിലൂടെ നമ്മൾ ഒരു നെഫ്രോസ്കോപ്പ് എന്ന് പറയുന്ന സ്കോപ്പ് വഴി കടത്തി ഈ കല്ലിന്റെ കഷ്ണങ്ങളായി പൊടിച്ച് ഈ ഷീത്ത് വഴി, ഇതിനെ ആംബ്ലാൻ ഷീത്ത് എന്ന് പറയും, അതിലൂടെ നമ്മൾ നീക്കം ചെയ്യുകയും ചെയ്യുന്നു. ഇത് റിമൂവ് ചെയ്യാൻ നമുക്ക് ബാസ്ക്കറ്റ് എന്ന് പറയുന്ന ബാസ്ക്കറ്റുകളുണ്ട്. ഇതുവഴിയാണ് നമ്മൾ നീക്കം ചെയ്യുന്നത്. അതിനുശേഷം വീണ്ടും ഡൈ സ്റ്റഡി നമ്മൾ ചെയ്യുന്നു, സ്റ്റെന്റ് നമ്മൾ സ്ഥാപിക്കുന്നു. ഇതാണ് PCNL എന്ന് പറയുന്ന പ്രൊസീജിയർ. ഈ പ്രൊസീജിയർ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ എന്തെല്ലാമാണ്, ഗുണങ്ങൾ എന്തെല്ലാമാണ്? ഗുണങ്ങൾ, വലിയ കല്ലുകൾ നിങ്ങൾ കണ്ടു, വലിയൊരു കല്ല് നമുക്ക് നീക്കം ചെയ്യാൻ സാധിച്ചു. അതുപോലെ തന്നെ കട്ടിയുള്ള കല്ലുകൾ നമുക്ക് നീക്കം ചെയ്യാൻ എളുപ്പമാണ്. പക്ഷേ നിങ്ങൾക്ക് കാണാം ഇവിടെ രക്തക്കുഴലുകൾ ഉള്ളത്. ഈ രക്തക്കുഴലുകൾക്ക് നമ്മൾ ഈ ഇടുന്ന ആംബുലൻസ് അല്ലെങ്കിൽ ഡൈലേറ്റേഴ്സ് വഴി കേടുവരാനുള്ള സാധ്യത ചെറിയൊരു ശതമാനമുണ്ട്. അതിനാൽ PCNL ശസ്ത്രക്രിയയ്ക്ക് ബ്ലീഡിംഗ് ഉണ്ടാവാനുള്ള സാധ്യത മറ്റു ശസ്ത്രക്രിയകളെ സംബന്ധിച്ച് നോക്കുമ്പോൾ കൂടുതലാണ്. അതിനാൽ ഈ ഓപ്പറേഷൻ ചെയ്യുന്നതിന് മുന്നോടിയായി രക്തം അറേഞ്ച് ചെയ്യുകയും ഓപ്പറേഷൻ ചെയ്യുമ്പോൾ അതിനുശേഷമോ രക്തത്തിന്റെ ആവശ്യം വരാം എന്നുള്ളത് രോഗികളുമായി നമ്മൾ ചർച്ച ചെയ്തതിനു ശേഷമാണ് PCNL ശസ്ത്രക്രിയ ചെയ്യുന്നത്. ഇതിനെയാണ് PCNL അഥവാ പെർക്യൂട്ടേനിയസ് നെഫ്രോലിത്തോട്ടമി എന്ന് പറയുന്നത്. PCNL ശസ്ത്രക്രിയയെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഇതിനുള്ള സംശയങ്ങളും ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിനും നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതുപോലെ തന്നെ കമന്റ് ബോക്സിൽ കമന്റ് ഇടുകയാണെങ്കിൽ അതിനുള്ള ഉത്തരങ്ങൾ തരികയും ചെയ്യുന്നതാണ്. താങ്ക് യു.